ചന്ദൻപൂരിൽ മീന എന്ന പേരുള്ള പണക്കാരി സ്ത്രീ ഉണ്ടായിരുന്നു. മീനയ്ക്ക് സ്വർണം വളരെ ഇഷ്ടമായിരുന്നു. ഏതു നേരവും അവരുടെ കയ്യിലും കഴുത്തിലും ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു. മീനയുടെ ഭർത്താവ് ധരം നാട്ടുകാരുടെ ബാഹുബലിയായിരുന്നു. ധരം നാട്ടുകാർക്ക് പലിശയ്ക്ക് പണം കൊടുക്കുമായിരുന്നു. നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവൻ സ്വർണം പണയം വെക്കാൻ വരുമ്പോ ഇത് കണ്ട് മീനയുടെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു. ഈ മനുഷ്യൻ ഒരിക്കലും പണം തിരിച്ചു തരാതിരുന്നാ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ? അയാള് പണം തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ അയാളുടെ സ്വർണം മുഴുവനും നമ്മുടേതാവില്ലേ? അതിന് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വർണവും ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇനിയും സ്വർണം വേണം, ഒത്തിരി സ്വർണം. മീനയ്ക്ക് സ്വർണത്തോട് വല്ലാത്ത ആർത്തിയായിരുന്നു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് മീനയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന്റെ പേര് സ്വർണം എന്നിട്ടു. കുഞ്ഞിനെ കുട്ടിക്കാലം തൊട്ട് മീന സ്വർണ്ണാഭരണം അണിയിപ്പിക്കുമായിരുന്നു. സ്വർണ ഇപ്പൊ വലിയ കുട്ടിയായി. അവൾക്കും അമ്മയെ പോലെ സ്വർണത്തോട് ഒരുപാട് പ്രിയമായിരുന്നു. ഏതു നേരവും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു നടക്കുന്നത് സ്വർണയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അമ്മയ്ക്കും മോൾക്കും ഏതു നേരം സ്വർണത്തിലായിരുന്നു കണ്ണ്. ഒരു ദിവസം ഗ്രാമത്തില് ഒരു പാവപ്പെട്ട സ്ത്രീ സ്വർണവുമായിട്ട് ധരംനെ കാണാൻ വന്നു. മോനെ, എന്റെ ഭർത്താവിന് ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് പണം വേണം. ഈ സ്വർണമെല്ലാം വാങ്ങിച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കുറച്ച് പണം താ. ശരി അമ്മേ. ധരം ആ പാവപ്പെട്ട സ്ത്രീയുടെ ആഭരണങ്ങൾ വാങ്ങി അവർക്ക് കുറച്ച് പണം കൊടുത്തു. ആ സ്ത്രീ അവിടുന്ന് പോയതും അമ്മയും മോളും ആ ആഭരണങ്ങൾ പരിശോധിച്ചു. എന്റെ ദൈവമേ, ഈ സ്ത്രീയുടെ കയ്യിൽ എത്ര നല്ല ആഭരണമാ! ഇത് കണ്ടില്ലേ സ്വർണ? ഈ മാലയ്ക്ക് എന്ത് ഭാരമാ! അതെ അമ്മേ, ഇതിന് നല്ല തിളക്കമുണ്ട്. ആ സ്ത്രീയോടൊപ്പം അവരുടെ ഭർത്താവ് മരിക്കുന്ന നല്ലതാന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലല്ലേ ഈ ആഭരണം മുഴുവൻ നമുക്ക് കിട്ടൂ. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും നല്ലതിനെ പറ്റി ചിന്തിക്കില്ലല്ലേ? സ്വർണം ഇത്രയും ആഗ്രഹിക്കാൻ പാടില്ല. മോളത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, സത്യത്തിൽ നടന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയുടെയും മോടെയും സ്വർണത്തോട് ഈ അത്യാഗ്രഹം കണ്ട് ധരംന് ദേഷ്യം വന്നു. ഒരു ദിവസം രാവിലെ ആ നാട്ടിൽ ഒരു സിദ്ധം വന്നു. നാട്ടുകാർ മുഴുവനും മനസ്സിലെ ആഗ്രഹം ചോദിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഒപ്പം ധർമ്മവും എത്തി. ഞാൻ എന്തു പറയാനാ ബാബ? എന്റെ ഭാര്യയ്ക്കും മോൾക്കും സ്വർണത്തിനോടുള്ള ആഗ്രഹം അന്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അത്യാഗ്രഹത്തിന് കണ്ണും കണക്കും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് വേണം ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു തരാൻ. ശരി, നീ ഒരു കാര്യം ചെയ്യൂ. അവരെ രണ്ടുപേരെയും ഇവിടേക്ക് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ധരം അയാളുടെ വീട്ടിൽ പോയി. മീന, സ്വർണ, എന്തു പറ്റി? എന്തിനാ നിലവിളിക്കുന്നേ? ഗ്രാമത്തിൽ ഒരു സിദ്ധനായ ബാബ വന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വേഗം വരൂ, അദ്ദേഹം നിറവേറ്റി തരും. അതെ, വരാം. മീനയും സ്വർണയും സിദ്ധനെ കാണാൻ പോയി. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ മകളെ. എനിക്കും എന്റെ മകൾക്കും ഒരുപാട് സ്വർണം വേണം. നന്നായി ആലോചിച്ചാണോ പറയുന്നേ? അതെ. നാം നിനക്ക് ഒരുപാട് സ്വർണം തരാം, പക്ഷെ അത് വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നിനക്ക് അണിയാൻ കഴിയില്ല. സ്വർണം സ്വർണം തന്നെയല്ലേ? അതിപ്പോ എങ്ങനെയായാലും എന്താ? ഞാൻ അതിനെ ഒരുക്കി ആഭരണം ഉണ്ടാക്കിക്കോളാം. നിങ്ങൾ സ്വർണം മാത്രം തന്നാ മതി. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ആ സിദ്ധൻ കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം മീനയും സ്വർണയുടെയും ദേഹത്ത് വെള്ളം തെളിച്ചു. നാളെ രാവിലെ നിങ്ങൾക്ക് ഒരുപാട് സ്വർണങ്ങൾ കിട്ടുന്നതായിരിക്കും. നന്ദിയുണ്ട്. ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു. മീനയ്ക്കും സ്വർണയ്ക്കും സന്തോഷമായി. ഇനി അവരുടെ അടുത്ത് ഒരുപാട് സ്വർണം വരാൻ പോകുമല്ലേ. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും രണ്ടുപേരും ചിന്തിച്ചു, ഇത്രയും സ്വർണം കൊണ്ട് അവര് എന്തൊക്കെ ആഭരണം ഉണ്ടാക്കണം. രാവിലെ മീനയും സ്വർണയും കണ്ണു തുറന്നു നോക്കിയപ്പം അവർ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ രണ്ടുപേരും കട്ടിലേന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പം അവരെ കൊണ്ട് എണീക്കാൻ പറ്റിയതേയില്ല. അമ്മേ, അമ്മേ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എനിക്കും പറ്റുന്നില്ല. അതെ, അതെ, ഒന്ന് എഴുന്നേക്കുന്നേ. ധരം എഴുന്നേറ്റിരുന്നു.
എന്നിട്ട് അയാൾ നോക്കിയപ്പം അമ്മയുടെയും മകളുടെയും ചെവി വലുതായിരിക്കുന്നു. അതും സ്വർണമായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ചെവി സ്വർണമായല്ലോ. എന്താ പറഞ്ഞേ? അതെ, സത്യമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ചെവി സ്വർണമായി മാറിയിരിക്കുകയാണ്, ആനയുടെ ചെവി പോലെ. ഇപ്പൊ എല്ലാരും എന്നെ കളിയാക്കും. നീ കളിയാക്കുന്ന വിട്. എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക്. ഈ സ്വർണ്ണ ചെവികൾക്ക് എന്തു ഭാരമാണ്. ഒരുപാട് സ്വർണം കിട്ടിയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായില്ലേ? അതെ, നിങ്ങൾ പോയി ആ സിദ്ധനെ വിളിച്ചോണ്ട് വന്നേ. ഇനി അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ഞാൻ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. ധരം ആ സിദ്ധനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. നിനക്ക് എന്താണ് പറ്റിയത് മീന? നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറിയില്ലേ? പക്ഷേ ഇങ്ങനോ? ഞങ്ങള് രണ്ടുപേരെ കൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഇതിലെങ്ങനെയാണ് നിങ്ങളെ എനിക്ക് സഹായിക്കുവാൻ സാധിക്കുക? ഞാൻ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് സ്വർണം കിട്ടുമെന്ന്. അത് അണിയാൻ പറ്റുന്നതല്ലെന്നും ഞാൻ പറഞ്ഞതല്ലേ? എനിക്ക് സ്വർണം ഒന്നും വേണ്ട. ഏയ് മീന, നീ എന്താ ഈ പറയുന്നത്? നീയല്ലേ പറഞ്ഞത് നിനക്ക് ഒരുപാട് സ്വർണം വേണമെന്ന്? നിനക്കെന്താ സ്വർണ്ണ ചെവി ഇഷ്ടമായില്ലേ? ഇവിടെ ഞങ്ങളുടെ ജീവൻ പോകുമ്പോ നിങ്ങൾക്ക് തമാശയാണോ തോന്നുന്നത്? സ്വാമി, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്നിട്ട് ഞങ്ങളെ പഴയതുപോലെ അങ്ങ് മാറ്റ്. ഞങ്ങൾക്ക് ഈ സ്വർണ്ണ ചെവികൾ വേണ്ട. ഞങ്ങൾക്ക് സ്വർണം തന്നെ വേണ്ട. നിങ്ങളെ ഞാനിപ്പോൾ പഴയതുപോലെ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്വർണവും മാഞ്ഞു പോകും. നിങ്ങളുടെ കയ്യിൽ മുൻപുണ്ടായിരുന്നതും പോകും. ആലോചിക്കൂ. ഇങ്ങനെ ഏതു നേരം കട്ടിലേക്ക് കിടക്കുന്നേക്കാൾ നല്ലത് അത് തന്നെയാണ്. അതേ സ്വാമി, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. ശരി, അങ്ങനെ ആവട്ടെ. സിദ്ധൻ കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അവരുടെ ദേഹത്ത് വെള്ളം തെളിച്ചു. പെട്ടെന്ന് അവരുടെ ചെവികൾ പഴയതുപോലായി. സ്വർണയും മീനയും ഒരുപാട് സന്തോഷിച്ചു. രണ്ടുപേരും ആ സിദ്ധന്റെ കാലുകൾ വന്ദിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി, സ്വർണത്തോട് അത്യാഗ്രഹം നല്ലതല്ല. ഇനി ഞങ്ങൾ ഒരിക്കലും സ്വർണത്തിന്റെ പുറകെ ഓടാൻ പോകുന്നില്ല. വളരെ നല്ലത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൂ. സിദ്ധൻ അവർ രണ്ടുപേർക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോഴും അവര് ആ സ്വർണ്ണ ചെവികളെ കുറിച്ച് ഓർക്കുമ്പോ അങ്ങ് പേടിച്ചു വിറയ്ക്കും.